ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NIOS സെക്കൻഡറിയിലെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 9ാമത്തെ ചാപ്റ്ററാണ്. മോഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും. വിവിധ തരത്തിലുള്ള ചലനത്തെക്കുറിച്ചാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ചലനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് മേഖലയിലും ചലനത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന എൻ്റെ ഈ പറയുന്ന ക്ലാസ് എടുക്കൽ പോലും ചലനവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലും പലവിധ ചലനങ്ങൾ നടക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ കൺപോള പോലും ചലിക്കുന്നു, നമ്മുടെ കണ്ണുകൾ ചലിക്കുന്നു, അതുപോലെ നമ്മുടെ കൈകളെല്ലാം ചലിക്കുന്നു. ഒരു യാത്ര പോകുമ്പോൾ പലവിധ ചലനങ്ങൾ ഉണ്ടാകുന്നു, ഒരു വാഹനം ഓടിക്കുമ്പോൾ പലവിധ ചലനങ്ങൾ ഉണ്ടാകും. എങ്ങനെയായിരുന്നാലും നമ്മുടെ ചലനവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത് തന്നെ. ഇനി നോക്കൂ, ചലനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത് റിലേറ്റീവ് മോഷൻ എന്നുള്ള വാക്കാണ്. എന്താണ് ഈ ആപേക്ഷിക ചലനം അല്ലെങ്കിൽ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത്? ഒരാൾ ഒരു ബസ്സിലിരിക്കുന്നു, ആ ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പുറത്തൊരു വ്യക്തി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. നോക്കൂ, പുറത്ത് നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച്, അയാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ബസ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ബസ്സിലെ വ്യക്തിയും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ബസ്സിലിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ബസ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ബസ് ചലനാവസ്ഥയിലാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ് എന്ന് പറയാം. എന്നാൽ ആ വ്യക്തി, ആ ബസ്സിനെ സംബന്ധിച്ച് അയാൾ നിശ്ചലാവസ്ഥയിലാണ്. കാരണം ആ ബസ്സിനുള്ളിൽ ആ വ്യക്തി ചലിക്കുന്നില്ല, അയാൾ നിശ്ചലമായിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ മറ്റൊരു വസ്തുവിനോട് അനുബന്ധിച്ച് മാത്രമേ നമുക്ക് ഈ മോഷൻ പറയുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ റിലേറ്റീവ് മോഷൻ അല്ലെങ്കിൽ ആപേക്ഷിക ചലനം എന്ന് പറയുന്നത്. അതായത് പുറത്തു നിൽക്കുന്ന വസ്തുവിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന ആളെ സംബന്ധിച്ചാണ് നമ്മൾ ഈ ബസ്സിന്റെ ചലനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ബസ്സിന്റെ ചലനം ഒരു ആപേക്ഷിക ചലനമാണ്. ആ ബസ്സിനുള്ളിലുള്ള വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ബസ്സിനെ സംബന്ധിച്ച് ആ വ്യക്തി നിശ്ചലാവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സംസാരിക്കുന്നതും ഈ പറയുന്ന ആപേക്ഷിക ചലനമാണ്. ഇനി 3 തരത്തിലുള്ള ചലനത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് റെക്റ്റിലീനിയർ മോഷൻ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മോഷൻ എന്നുള്ളത്. ഒരു നേർരേഖ ചലനം എന്ന് പറയുന്നു. ഒരു കല്ല് നമ്മൾ താഴോട്ടിട്ടാൽ അത് റെക്റ്റിലീനിയർ മോഷൻ ആണ് എന്ന് നമുക്ക് പറയാം, നേർരേഖയിലാണ്. കാരണം കല്ല് വീഴുന്നത് നേരെയാണ് വീഴുന്നത്, ഒരു സ്ട്രൈറ്റ് ലൈൻ, ഒരു നേർരേഖയിലാണ് വീഴുന്നത്. അല്ലാതെ കല്ല് ഒരിക്കലും ഒരു എസ് ആകൃതിയിലോ അല്ലെങ്കിൽ വളഞ്ഞിട്ടോ ഒരിക്കലും കല്ല് വീഴില്ല. ഇങ്ങനെ നേർരേഖയിൽ പോകുന്ന ചലനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെക്റ്റിലീനിയർ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മോഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സർക്കുലേറ്ററി മോഷൻ ആണ്. എന്താണ് ഈ സർക്കുലേറ്ററി മോഷൻ? നമ്മുടെ വൃത്താകൃതിയിലുള്ള ഒരു ചലനത്തെയാണ് സർക്കുലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ ക്ലോക്കിന്റെ സൂചി എടുക്കൂ. ഒരു ക്ലോക്കിന്റെ സൂചി എടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഇതാ ഒരു 12ൽ നിന്ന് ഇങ്ങനെ തുടങ്ങി അവസാനം അതിലേക്ക് തന്നെ എത്തുന്നു. വീണ്ടും അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു നിശ്ചിത പോയിന്റിൽ നിന്നും അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്കുലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ വിഭാഗമാണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറയും. ഈ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിക്കുന്നതിനെയാണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ ക്ലോക്കിന്റെ പെൻഡുലം എടുക്കും. ആ ക്ലോക്കിന്റെ പെൻഡുലം ഈ ഒരു പോയിന്റിൽ നിന്ന് മുന്നോട്ടും പിന്നീട് പിറകോട്ടും വരുന്നു. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസിലേറ്ററി മോഷൻ എന്നാണ്. അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ മോഷൻ, സർക്കുലേറ്ററി മോഷൻ ആൻഡ് തേർഡ് വൺ നമ്മുടെ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നു. അങ്ങനെ 3 തരത്തിലുള്ള മോഷൻ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഡിസ്റ്റൻസിനെയും ഡിസ്പ്ലേസ്മെന്റിനെയും കുറിച്ചാണ്. നമുക്കറിയാം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ യാത്ര ചെയ്ത അല്ലെങ്കിൽ സഞ്ചരിച്ച ദൂരം എത്രയാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എത്ര കവർ ചെയ്തു എന്നുള്ള ദൂരം, അതിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ പറയുന്ന പൊസിഷനിൽ ഉണ്ടാകുന്ന ഒരു വസ്തുവിന്റെ പൊസിഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. നോക്കൂ, ഇവിടെ A, B, C എന്ന് പറയുന്ന 3 പൊസിഷനുകളാണ്.
ഒരു വ്യക്തി എയിൽ നിന്നും ബിയിലേക്ക് പോയി എന്ന് വിചാരിക്കുക. ഒരു വ്യക്തി എയിൽ നിന്നും ബിയിലേക്ക് പോയി. എയിൽ നിന്നും ബിയിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നോക്കൂ, എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ അയാൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 30 മീറ്റർ. ഓക്കെ, ഇത് നമുക്ക് മീറ്ററിൽ എടുക്കാം. 30 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അയാളുടെ പൊസിഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. അയാൾ എയിലായിരുന്നു, ഇപ്പോൾ അയാൾ ഉള്ളത് ബിയിലാണ്. അങ്ങനെയെങ്കിൽ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 30 വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ ഫൈനൽ പൊസിഷനും അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നാണ്. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആരംഭിക്കുന്ന സ്ഥലവും അവസാനിക്കുന്ന സ്ഥലവും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഏറ്റവും കുറഞ്ഞ ദൂരം. ഇവിടെ ഇങ്ങനെ നോക്കൂ, ഈ ഒരു ദൂരമാണ് ഏറ്റവും കുറവുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വരക്കാം, പക്ഷെ അത് ദൂരം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ദൂരത്തെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നോക്കൂ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നേർരേഖയിലുള്ള ഒരു ചലനമാണെങ്കിൽ ഡിസ്റ്റൻസും സെയിം ആണ്, ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിരിക്കും. ഇനി ഈ ഒരു വ്യക്തി എയിൽ നിന്നും ബിയിലേക്ക് എത്തി, ബിയിൽ നിന്നും സിയിലേക്ക് എത്തി. അപ്പോൾ എയിൽ നിന്നാണ് അയാൾ ആരംഭിച്ചത്, ബിയിലൂടെ സിയിലേക്ക് എത്തി. അപ്പോൾ അയാൾ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, എയിൽ നിന്ന് ബിയിലേക്ക് 30 മീറ്റർ സഞ്ചരിച്ചു, ബിയിൽ നിന്ന് സിയിലേക്ക് 40 സെന്റിമീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയെങ്കിൽ അയാൾ എയിൽ നിന്ന് സിയിലേക്ക് എത്തിയ ദൂരം എന്ന് പറയുന്നത് 30 + 40 അതായത് 70 മീറ്റർ ആണ് അയാൾ സഞ്ചരിച്ചിട്ടുള്ളത്. പക്ഷെ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് നോക്കുമ്പോൾ അയാൾ ആരംഭിച്ച സ്ഥലം, അവസാനം എത്തിയ സ്ഥലം, ഇതാണ് ഇപ്പോൾ അയാൾ എത്തിയിട്ടുള്ളത്. അവ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കില്ല, ഇത് ഡിസ്റ്റൻസ് കൂടും. ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് എപ്പോഴും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ആ ഡിസ്റ്റൻസ് എത്രയാണ്? അത് ഇവിടെ തന്നിട്ടുണ്ട്, 50. അങ്ങനെയെങ്കിൽ അയാൾ എയിൽ നിന്ന് സിയിലേക്ക് എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 50 സെന്റിമീറ്റർ ആണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കാണാനായിട്ട് സാധിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വെലോസിറ്റിയും സ്പീഡും ആക്സിലറേഷനും എല്ലാം ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എന്താണ് ഇതിന്റെ ബേസിക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാഷണൽ അക്കാദമിയുടെ ആപ്പിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ നാഷണൽ അക്കാദമി ആപ്പിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കുക. വീണ്ടും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.